നല്ലൊരു സബ്ജക്റ്റ് കിടപ്പുണ്ട്. പക്ഷെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയരെ, വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട് വാദിക്കത്തില്ല. എവിടെയാണ് അത്ഭുതം വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം ഇറങ്ങിയെന്ന് അന്തരീക്ഷങ്ങൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ശരീരം അത് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ വായിൽ നിന്ന് നാം പറയുന്ന വാക്കിന് അധികാരമുണ്ടാകും. ആമേൻ. എപ്പോഴും നാം പറയുന്ന വാക്കിന് അധികാരമുണ്ടാകണമെന്നില്ല. ആമേൻ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് അധികാരം ചലിക്കണമെന്നില്ല. ഉള്ളവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ദൈവാത്മാവ് ചലിക്കുന്ന സമയത്ത് മൗനത്തെ വെടിഞ്ഞ് ഒരു വാക്ക് നീ പറഞ്ഞാൽ ആ വാക്കിനകത്ത് പരിശുദ്ധാത്മാവ് യെസ് വയ്ക്കും. ആമേൻ. അങ്ങനെയാണ് ദൈവദാസന്മാർ രോഗികളെ സൗഖ്യമാക്കുന്നത്. അങ്ങനെയാണ് ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്കകത്ത് വീര്യപ്രവർത്തികൾ വെളിപ്പെടുന്നത്. ശക്തമായ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, മാനുഷിക ശബ്ദങ്ങൾ മാറി നിൽക്കുമ്പോൾ, ദൈവാത്മ പ്രേരിതനായി ദൈവദാസന്മാർ ആമേൻ അധികാരത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവരും ഒന്നും പ്രാപിച്ചില്ലേലും ചിലരെങ്കിലും ആത്മാവിൻ്റെ അധികാരത്തോടെ ചിലത് കൽപ്പിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ കഴിയുന്ന എന്തോ ആത്മാവിൽ ചിലത് അധികാരത്തോടെ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൽപ്പിച്ചവരെ നോക്കിയൊരു ദൂത് കൈമാറാ. നിന്റെ കണ്ണുകൊണ്ട് ചില ദൈവപ്രവർത്തികൾ നീ കാണാൻ പോകുകയാണ്. 2025 ചില ദൈവപ്രവർത്തിയുടെ ആഴങ്ങൾ ദൈവസഭ കാണാൻ പോകുകയാണ്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ പകൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ കൂടാരങ്ങൾ ചില ദൈവപ്രവർത്തികൾ കാണാൻ ഒരുങ്ങിക്കോള. ഈ പകൽ ആത്മാവ് വ്യക്തമായി ഈ പകൽ ദൂത് കൈമാറുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ആ സാന്നിധ്യത്തോട് പ്രതികരിച്ചാട്ട് ഉടയപ്പെട്ടുപോയ ചിലവ ഇതിനകത്തിരിപ്പുണ്ട്. ഉടഞ്ഞുപോയ ചില കൂടാരങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. തകർന്നുപോയ ചിലവ് ഇതിനകത്തിരിപ്പുണ്ട്. ഇമ്മ പകൽ അങ്ങനെയുള്ള ചിലവിന് വീണ്ടും പണിയുന്ന ഒരു കുശവന്റെ കര ഇതിനകത്ത് ചലിക്കുകയാണ്. വൈഡമാന ധൂരധാര വൈഡമാന ശരാദലം ധരാദല റിഖാമനാഥലാരഗഠര അടകാരമന ദുരഘടക. അപ്പേ ഹൃദയത്തിനകത്ത് ആഴമേറിയൊരു പ്രസംഗ വിഷയമുണ്ട്. പക്ഷേ എൻ്റെ വിഷയം പ്രസംഗത്തെക്കാൾ വലുതാണ് ദൈവ സാന്നിധ്യം. പ്രസംഗിച്ച് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി ശുശ്രൂഷിക്കുന്നത് വലുതാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണമേ. വചനം പറയുന്നു, ഇസ്രായേൽ ജനം അടിമ വീടായ മിസ്രയീമിൽ നിന്ന് 400 വർഷത്തെ അടിമവാസം വിട്ട് പുറത്തു വരികയാണ്. 10 ബാധകൾ അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം തുടങ്ങിയുള്ള ബാധകളെ അയച്ച് മിസ്രയീമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഉലകത്തിലാരും കാണാത്തൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇന്ന് പകൽ ആരാധിക്കാൻ വന്നിരിക്കുന്ന നിന്നെക്കുറിച്ച് നിനക്ക് പോലും ഒരു വിചാരം കാണില്ല. നിനക്ക് പോലും ഒരു ചിന്തയോ ഒരു ബോധമോ കാണില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, എൻ്റെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറകളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എംബാമിൻ്റെ ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയ ചില ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ഒരിക്കലും കയറി വരാൻ കഴിയാത്ത ചില അടിമനുഖങ്ങൾ ഇടുന്നത്. ചിലരുടെ ജീവിതത്തിനകത്ത് അത് രോഗമായിട്ടായിരിക്കുക. ചിലരുടെ ജീവിതത്തിനകത്ത് തലമുറകളുടെ വിഷയവുമായുള്ള ബന്ധത്തിലായിരിക്കുക. ചിലരുടെ ബന്ധാമ ജീവിതത്തിനകത്ത് സാമ്പത്തികമായ
ബുദ്ധിമുട്ടുകളിൽ ഒതുക്കിക്കളയുന്ന ഒരു തലമുറയെ ഒതുക്കിക്കളയോ. അടിമനുഖങ്ങള് വാരിക്കുടികള് പൈശാചിക ലോകം ഒരുക്കി വച്ചിരിക്കുമ്പോൾ അതിൻ്റെ മടിവിൽ നിന്ന് ആത്മമറവിലൊരു ദൂത് കൈമാറോ. എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര വലിയ അടിമനുഖങ്ങള് വാരിക്കുടികള് ശത്രു വെട്ടി ഉണ്ടാക്കിയാലോ അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്ത നിവർത്തിയിലേക്ക് കരം പിടിച്ചു കയറ്റ ഇന്ന് പകലിനകത്ത് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവ സാന്നിധ്യത്തിനും കഴിയോ. ഈ പകൽ നീ അനാഥയല്ല കേട്ടോ, നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ഒരു കഴുത ഭാരം വഹിക്കുന്നത് പോലെ ജീവിതം ആരംഭിച്ച നാള് മുതൽ ഭാരം വഹിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ നീ ഒരറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിയ മതി കർത്താവ് എന്ന ആകുലതയോട് മുഴങ്കാലിലിരുന്ന് കരയുന്ന വ്യക്തിയായിരിക്കാം. അധൈര്യപ്പെടണ്ട. എന്റെ ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അധികകാലം അടിമനുഖത്തിൽ നിന്നെ ഒതുക്കി വെക്കാൻ കഴിയില്ല. നിന്റെ തലമുറകളെ ഒതുക്കി വെക്കാൻ കഴിയില്ല. നിന്റെ സഭയെ ഒതുക്കി വെക്കാൻ കഴിയില്ല. നിന്റെ ശുശ്രൂഷയെ ഒതുക്കി വെക്കാൻ കഴിയില്ല. നിന്റെ ഭാവിയെ ഒതുക്കി വെക്കാൻ കഴിയില്ല. ഈ പകൽ ചിലവിന്റെ അടിമനുഖങ്ങൾ എന്റെ ദൈവം പൊളിച്ച് ചിലവിനെ പുറത്തിറക്കുകയാണ്. ഓ ശബാര ശരാമന റിഗാമനാദ ഗച്ഛര റിഗാമനാദ ഗച്ഛര അർദ്ധരാജല ഘടക. ആമേ ഹല്ലേലൂയ. ഇന്ന് പകൽ ശാന്തമായി ശ്രദ്ധിക്കണം. പുറത്തു നല്ല മഴയാ, അകത്തതിനേക്കാളും നല്ല മഴയാ. ഹലോ, പുറത്തുള്ള മഴയ്ക്ക് ഒരു തണുപ്പെങ്കിലുമുണ്ട്, അകത്തുള്ള മഴ കത്തുന്ന മഴയാ. ചിലർ ഈ പകൽ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാ, നിന്നെ ഒതുക്കാൻ കഴിയില്ല. ധൈര്യത്തോടെ പറ, ഈ മാർച്ച് മാസം ആദ്യത്തെ ഞായറിൽ എന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല. എന്നെ ഒതുക്കുന്നവനെ ദൈവം ഒതുക്കൂ. എന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ശത്രുക്കളുടെ മടിവിൽ വേഷയൊരുക്കാൻ പോകുകയാണ്. എന്റെ തലയെ എണ്ണ കൊണ്ട് ആരുടെയൊക്കെ തലമേ അഭിഷേകത്തിന്റെ തൈലം വീഴുന്നു. ഇതുവരെയുള്ള ചുമമല്ല, ഇതുവരെ ചുമമല്ല, ഇതുവരെ ശുശ്രൂഷിച്ചവല്ല. എക്സ്ട്രാ ഓർഡിനറി അർഹതയില്ലാത്തവ. ഓ, ഈശായുടെ കൂടാരത്തിനകത്ത് ശമൂവേൽ കടന്നു വന്നതുപോലെ ഈ പകൽ ആരാധനാലയത്തിനകത്ത് പരിശുദ്ധാത്മാവ്. ഓ ശബരബല ശരാദലഘടകബര ഹരാബലഘട ശരാരകൾ ഖബ. പ്രിയരെ, ദൈവിക യോഗത്തിനകത്ത് ചലിക്കുന്നൊരു തലമുറ. വിശ്വസിക്കാമോ? ആരെല്ലാം തകർന്നാലും നീയും നിന്റെ കുടുംബവും തകരില്ല. നീയും നിന്റെ കുടുംബവും തകരില്ല. അതിൽ കയ്യിൽ പണമുള്ളത് കൊണ്ടല്ല, ജീവിതം മുഴുവനും നന്മ മാത്രം അനുഭവിച്ചത് കൊണ്ടല്ല, നിന്റെ കൂടെ ഒന്നുമില്ലേലും കർത്താവ് ഉള്ളത് കൊണ്ട്. നിന്റെ കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനായതുകൊണ്ട് വൈര്യത്തോടെ പറ, പ്രതികൂലങ്ങൾ വന്നേക്ക, പ്രതിസന്ധികൾ വന്നേക്ക, ഞാൻ തകർന്നു പോകില്ല, ഞാൻ വീണു പോകില്ല. ഹല്ലേലൂയ. മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് മോശയുൾപ്പെടെ ലക്ഷങ്ങൾ, മോശയെ കൊണ്ട് ഏകദേശം 20-30 ലക്ഷത്തോളം ജനതയെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വേഗത്തിൽ പോകുകയാണ്. 30ഓളം ലക്ഷം വരുന്ന ജനത്തെ മോശയിലൂടെ പുറത്തു കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. മിസ്രൈം വിടുകയാണ്. അവർ ചെയ്തത് അവരെ ദൈവം വിടിവിച്ചു എന്ന് കണ്ടപ്പോൾ അവർ ചെയ്തത്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാൽ മതി. 13-ാം അധ്യായം ആദ്യത്തെ വാക്യം മുതലൊക്കെ വായിച്ചു നോക്കിയാൽ മതി. വചനം പറയുന്നു, അവിടെ കൂടാരത്തിലുള്ള ആദ്യ ചാതന്മാരെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. സ്തോത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ദൈവം നിനക്ക് നന്മ തന്നാൽ, ദൈവം നിന്നെ വിടുവിച്ചാൽ, ദൈവം നിന്നെ ഉയർത്തിയാൽ,
ഒന്നാമത്തെ പ്രയോറിറ്റി ദൈവത്തിന്. ഒന്നാമത്തെ പ്രയോറിറ്റി ദൈവത്തിന്. നിന്റെ തലമുറയിൽ ഒന്നിന് ദൈവത്തിന് കൊടുക്കണം. രണ്ടെണ്ണത്തിന് കൊടുത്താലും കുഴപ്പമില്ല, ഒന്നിനെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. നിന്റെ നന്മയിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ കൂടാരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയട്ടെ പ്രിയരെ, ഇസ്രായേൽ ജന 13 ചെയ്യുമ്പോൾ പെസഹ ആചരിച്ചു. അവർ മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ ചെയ്തത് ആദ്യജാതന്മാരെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ചെങ്കടൽ വെളിപ്പെടുന്നത്. ചെങ്കടൽ വെളിപ്പെടുമ്പോൾ മോശയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, മോശയുടെ മുൻപിൽ ഇസ്രായേൽ മുഴുവനും പ്രതികൂലത്തിന്റെ ചെങ്കടൽ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ വടിയില്ലേ, ആ വടിയെടുത്ത് ആ ചെങ്കടലിനെ ഒന്ന് നീട്ട്. മോശ ചെങ്കടലിന്റെ മുൻപിൽ നീട്ടിയപ്പോ കുത്തി ഒഴുകുന്ന മരണം മുഖാമുഖമായി മരണം പാച്ചൊടുക്കുന്ന ചെങ്കടൽ ഉണങ്ങിയ ബിലമായി വഴിമാറിക്കൊടുത്തു. ചെങ്കലിന്റെ നടുവിലൂടെ അവർക്ക് ദൈവം നല്ല പാതയൊരുക്കി അക്കരയെത്തിക്ക്. ചെങ്കടൽ കടന്നപ്പോ മിരിയാം തപ്പെടുത്ത് ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല ജീവിതത്തിന്റെ മുൻപിലുള്ള മരണകരമായ വിഷയങ്ങൾ ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ ദൈവത്തെ നീ ആരാധിക്കാൻ മറന്നു പോകരുത്. ദൈവം വിടുവിച്ച വിധങ്ങൾ നീ മറക്കരുത്. ദൈവം കൊണ്ടുവന്ന വഴികൾ മറക്കരുത്. ആശുപത്രി വരാമ്പയിൽ ചെറ്റക്കുടിൽ കിടന്നപ്പോൾ താങ്ങി നിർത്തിയ ദൈവത്തെ നീ ആരാധിക്കാൻ മറക്കരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തു, അവന്റെ സ്തുതി എപ്പോഴും എവിടെ ഇരിക്കും? എന്റെ നാവിന്റെ മേൽ ഇരിക്കും. ഈ പകൽ സ്തുതി നാവിന്റെ മേലുള്ളവ കരമുയർത്തി എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ നീ മറക്കരുത്. പ്രിയരെ, ഇന്നിന്റെ അവസ്ഥകൾ മാറും, ഇന്നിന്റെ സാഹചര്യങ്ങൾ മാറും, ഇന്നല്ല വേദനകൾ മാറും, ഇന്ന് കിടക്കുന്ന ശൂന്യതകൾ മാറും. ഇന്നല്ല ശൂന്യതകളെല്ലാം ദൈവം വഴിതിരിച്ചു വിടും. അപ്പോ ഉയർച്ച വരുമ്പോ ഉയർത്തിയ ദൈവത്തെ നീ മറക്കരുത്, മാനിച്ച ദൈവത്തെ നീ മറക്കരുത്, വന്ന വഴികളെ നീ മറക്കരുത്, ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ നീ മറക്കരുത്. അപ്പോഴും നിന്റെ നാവിൽ പാട്ടും ആരാധനയും ഉണ്ടാകണം. അപ്പോഴും നിന്റെ നാവിൽ ദൈവത്തോടുള്ള നന്ദി ഉണ്ടാകണം. അപ്പോഴും നിന്റെ നാവിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു ദൃഢപ്രതിജ്ഞ ഉണ്ടാകണം. ഇന്നത്തെ തലമുറകൾ ഉയർത്തിയ ദൈവത്തെ ആരാധിക്കാൻ മറക്കുന്നു. ആരാധനയില്ലാത്ത കൂടാരങ്ങൾ, ആരാധനയില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ, ആരാധനയില്ലാത്ത ഭവനങ്ങൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ സാത്താന്റെ കൊട്ടാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഒരു നന്മയില്ല. പുറമെയെല്ലാം ഉണ്ട്, അകം വെറും പൊള്ളയായി മാറുമ്പോ ഈ പകൽ ആരാധിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേറ്റ് വരട്ടെ, ആരാധനയ്ക്ക് വില കൊടുക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി സ്വന്തം ശരീരങ്ങളെ ദൈവത്തിന് ആരാധനയായി അർപ്പിക്കുന്നവർ ഈ ആരാധനയാലയത്തിനകത്തും എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ചെയ്തത്, അവർ ദൈവത്തെ ആരാധിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു. തപ്പിനോടും നൃത്തത്തോടും കൂടെ ദൈവത്തെ ആരാധിച്ചു. മിരിയാം തപ്പെടുത്തു പാടാൻ തുടങ്ങി. ഇസ്രായേൽ ഒരുമിച്ച് പാടാൻ തുടങ്ങി. എമ്പും അല്ല, ഒന്ന് കൊയർട്ടിയുമല്ലേ. മിരിയാം പാടി തുടങ്ങിയപ്പോൾ 20 ലക്ഷം പേർ പാടി തുടങ്ങുക. നമ്മൾ 10-100 പേർ ഇവിടെ ഇരുന്ന് പാടുമ്പോൾ ഇത്ര ശബ്ദമെങ്കിൽ 20 ലക്ഷം പേർ ഒരുമിച്ച് ദൈവത്തെ പാടുമ്പോൾ എത്ര വലിയ ശബ്ദമായിരിക്കും. ഞാൻ കൊതിക്കുന്നു, തിരുവനന്തപുരം പട്ടണത്ത് ഏറ്റവും വലിയൊരു മികച്ച
ചർച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കട്ടെ. 100 കണക്കിന് 10,000 ഹയർ ടീമുകൾ ദൈവത്തെ പാടുന്ന വാദ്യഘോഷങ്ങളോടുകൂടെ കപ്പിനോടും നൃത്തത്തോടും കൂടെ തലമുറയോളം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയാലയോ തിരുവനന്തപുരം പട്ടണത്തിൽ ഈ പകൽ വിശ്വസിക്ക്. ഈ പകൽ ദൈവം അടിസ്ഥാനമിട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ശൂന്യതയിൽ ആരാധിച്ചു, ഞങ്ങൾ ഇല്ലായ്മയിൽ ആരാധിച്ചു, ഞങ്ങൾ മെഴുകിയ തറയിലും ആരാധിച്ചു, ഞങ്ങൾ കീറിയ പുൽപ്പായിലും ആരാധിച്ചു. ഞങ്ങളുടെ തലമുറകൾ ദൈവത്തെ മമ്മായി ചോദിച്ചുകൾക്ക് രാജ്യങ്ങളെ അവകാശമായി പട്ടണങ്ങളെ കൈവശമായി തരാമെന്ന് പറഞ്ഞവര് ഈ പകൽ ഞങ്ങൾ ആത്മാവിൽ ചോദിക്കുക. തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു മെഗാ ചർച്ച് ഈ പകൽ എൻ്റെ ദൈവം അടിസ്ഥാനമിട്ട് എല്ലാ ആഴ്ചകളിലും ഓരോ ജില്ലകളിൽ നിന്നും വാഹനം കയറി, ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും വാഹനം കയറി, ഓരോ രാജ്യങ്ങളിലും ഫ്ലൈറ്റുകൾ പിടിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധനയാണ്. 2025 എഴുതിയിട്ടു മാർച്ച് 2 പകൽ എന്റെ ദൈവം ഫിലിം ആരംഭിക്കുക. ഈ പകൽ എവിടെയും അറിയില്ല, അതിന്റെ വസ്തു എവിടെയും അറിയില്ല, അത് എവിടെ സ്ഥിതി ചെയ്യുമെന്നറിയില്ല. ഞങ്ങൾ കാണാത്തവ കണ്ടതുപോലെ വിശ്വസിക്കുക. ഈ പകൽ അതിന്റെ അടിസ്ഥാന സ്വർഗമിട്ടവിന് ഞങ്ങൾ മമ്മിയോട് സ്തുതിക്കുക. നമ്മുടെ ദൈവം അത് ചെയ്യും. നമ്മുടെ ദൈവം അത് ചെയ്യും. നമ്മുടെ ആലയം 25 വർഷത്തിലേക്ക് കടക്കുക. നമ്മൾ വന്ന വഴികൾ നോർത്താൽ കണ്ണുനീരല്ലാതെ വേറെ ഒന്നുമില്ല. ചാണവും മെഴുകിയ തറയിലിരുന്ന് കീറിയ ടാർപോളിയത്തിനകത്തിരുന്ന് ആരാധിച്ചു തുടങ്ങിയവ ഇന്ന് ദൈവ ലോകരാജ്യങ്ങളിൽ അറിയുന്നൊരു സഭയാക്കി നമ്മുടെ ആലയത്തെ മാറ്റി. ഇന്ന് പകൽ ശക്തന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നു. ഇതിനകത്ത് ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. ഇന്ന് നമുക്ക് 1,000-ലധികം ആലയങ്ങളുണ്ടായി. ഇന്ന് നമുക്കൊന്നിന് കുറവില്ല. ഇന്ന് പകൽ കാലക്ഷേമത്തോടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇമ്മലകളിൽ ശൂന്യതയിൽ നിന്ന് ആരാധിച്ച് ഇതുവരെ കൊണ്ടിരുത്തിയ ദൈവ ഇന്ന് പകൽ ആരാധിക്കാൻ മറക്കാതിരുന്ന നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് ഈ പകൽ വിശ്വസിക്ക്. തലമുറകൾ ശക്തന്മാരായി ഈ പോഡിയത്തിനകത്ത് പ്രസംഗിക്കുന്ന ഒരു കാലങ്ങൾ വരും. മാതാപിതാക്കളെ, നിന്റെ തലമുറകൾ ഈ ആലയത്തിന്റെ ശുശ്രൂഷകന്മാരോ ഈ ആലയത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ഓടി മടക്കുന്ന കാലങ്ങൾ വെളിപ്പെടും. ശരാബനാഥ് റീഖമാന ശരാബല അടകം ധരാതക ശരാരകൾ ഖബ അർത്ഥരാതകം ധര മിരിയാം തപ്പെടുത്തു. ജനം പാടി. നിന്റെ വീട്ടിനകത്ത് പാട്ട് കുറയരുതാ.
നിന്റെ വീട്ടിനകത്ത് ആരാധന കുറയരുത്, നിന്റെ വീട്ടിനകത്ത് ഉപവാസ പ്രാർത്ഥന കുറയരുത്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, പൈസ ഇല്ലേലോ എവിടെന്നെങ്കിലും മറിച്ചിട്ടാണേലോ നിന്റെ കൂടാരത്തിനകത്ത് മാസത്തിലൊരിക്കൽ ഉപവാസം ഉയരണം. നിന്റെ തലമുറ വഴിവഴച്ചു പോകാതിരിക്കുക, നിന്റെ കുടുംബം അനാഥമാകാതിരിക്കുക. നിന്റെ കൂടാരത്തിനകത്ത് വാഴാവ് ദൈവിക സാന്നിധ്യം വാഴാ. ചെങ്കടൽ കടന്നു, തപ്പെടുത്തു പാടി ഷൂർ മരുഭൂമിയിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഷൂർ മരുഭൂമിയിൽ ജനം ദൈവത്തെ ആരാധിച്ച് സഞ്ചരിക്കുക. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷെ 3 ദിവസം അവർ യാത്ര ചെയ്തു. ഷൂർ മരുഭൂമിയിൽ 3 ദിവസം യാത്ര ചെയ്തപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ 3 ദിനരാത്രങ്ങൾ അവർ യാത്ര ചെയ്തു. മോശയോട് പറയാൻ തുടങ്ങി, മോശേ, വെള്ളമില്ല, ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ് ഈ മരുഭൂമിയിൽ മരിച്ചു പോകും. വചനം അങ്ങനെ പറയുന്നു. മോശയോട് പറഞ്ഞു, മോശേ, ആവേശത്തുകൂടെ ഒഴുകുന്ന ഒരു വെള്ളമുണ്ട്. ആവേശത്ത് വെള്ളമുണ്ട്, വെള്ളമില്ലാത്ത സ്ഥലമല്ല. ആ വെള്ളത്തിനകത്ത് കയ്പാണ് പ്രശ്നം. എലീമിൽ കയ്പാണ് പ്രശ്നം, മാറയിൽ കയ്പാണ് പ്രശ്നം. ആ സ്ഥലത്തുള്ള വെള്ളത്തിൽ അവർ കോരി കുടിക്കും തോറും അവിടെ കണ്ണുകൾ നിറയുന്നു. അവർ കുടിക്കാൻ കഴിയുന്നില്ല. എന്തെന്നറിയാമോ? കയ്പ് ജാസ്തിയാണ്, കഷ്പ അധികമാണ്. കയ്പ് കൊണ്ട് നിറഞ്ഞ് അവർ ജീവിതം മുന്നോട്ട് എങ്ങനെയാണെന്നറിയാൻ കഴിയാതെ കയ്പ് നീർ കുടിച്ച് ആ മരുഭൂമിയിൽ ഉലയുമ്പോൾ, കണ്ണുനീരോടെ കരയുമ്പോൾ, മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുത്തു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, മോശയ്ക്കെതിരെ പിറുപിറുത്തു തുടങ്ങുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മോശേ, ആ മരുഭൂമിയിൽ അവിടെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം അതിൽ നിന്ന് നീ വെട്ടി വെള്ളത്തിലിട്ടാൽ ആ വെള്ളം പഥ്യമാകും, മാറ മധുരമാകും. എൻ്റെ ചിന്തയതല്ല. ആ മരുഭൂമിയിൽ, ശൂന്യമായ മരുഭൂമിയിൽ, ഷൂർ മരുഭൂമിയിൽ മോശയ്ക്ക് കാണാൻ ഭാഗത്ത് ഈ കയ്പ് നീരിനരികിൽ ഒരു വൃക്ഷം നിൽക്കുകയാണ്. ആ വൃക്ഷം അവിടെ വളർന്നു വരാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയട്ടെ, മരുഭൂമിയിൽ ആരും വൃക്ഷം കൊണ്ട് നടത്തില്ല. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, മലയങ്കീഴ് സ്കൂളിൽ എത്രയോ വർഷം, 160 വർഷം ഞാൻ ആ വഴി കാറോട്ടിച്ചു പോയ സമയത്ത് തികഞ്ഞപ്പോൾ വാർഷിക ആഘോഷവുമായുള്ള ബന്ധത്തിൽ മന്ത്രിമാരും ഭരണകർത്താക്കളുമൊക്കെ വന്നിട്ട് അവസാനം ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴെയമേ ആ കയറ്റം ഒരു വൃക്ഷവും കൊണ്ടോടുക. ഒരു വൃക്ഷവും കൊണ്ടോടി ആ വൃക്ഷം അവിടെ കൊണ്ട് നടാനാ പദ്ധതി. ആരും മരുഭൂമിയിൽ വൃക്ഷം വയ്ക്കില്ല. നന്നായി വെള്ളം കിട്ടുന്ന, നന്നായി കായ്ഫലം അനുഭവിക്കാൻ നമുക്ക് സാധ്യതയുള്ളിടത്ത് മാത്രമേ നാം വൃക്ഷം നടത്തുള്ളൂ. പക്ഷെ ശ്രദ്ധിച്ച് കേട്ടോണേ, എൻ്റെ പ്രസംഗ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, ബൈബിളിൽ തെളിവില്ല. മരുഭൂമിയിൽ വൃക്ഷം വെളിപ്പെടണമെങ്കിൽ ഏതോ പക്ഷികൾ കൊത്തിഭക്ഷിച്ച ആഹാരത്തിൽ നിന്ന് വന്ന ആ സീഡ്, ആ വിത്ത് പക്ഷികളുടെ വാക്യകത്തു നിന്ന് വീണതാകാം. അല്ലെങ്കിൽ പക്ഷികൾ പറന്നുപോയപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തു വീണ് മരുഭൂമിയിൽ നീ
മീഴൊഴുക്കിനകത്ത്, ഏവ് മീഴൊഴുക്കിനകത്ത്, കയ്പ് മീരിൻ്റെ വക്കത്ത് ഒരു വൃക്ഷം വളരുകയാണ്. അതിന് അഭയമെന്ന് പറയാൻ ആരുമില്ല. ഒറ്റയ്ക്ക് ഏകാന്തമായി വളരുന്ന വൃക്ഷം. ഒന്ന് ചിന്തിച്ച്, അവൻ നിൽപ്പ് മരുഭൂമിയിലാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ആശ്രയിക്ക, അഭയം തേടാ, ചേർത്ത് പിടിക്ക. ആരുമില്ല എന്ന് പറയുമ്പോ ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്കൊരു ദൈവത്തെ അറിയോ. മരുഭൂമിയിലോ നിന്നെ വളർത്താൻ കഴിയുമോ? ഏതവസ്ഥയിലും നിന്നെ വളർത്താൻ കഴിയുമോ? നിന്നിൽ നിന്ന് ഫലം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഈ പകൽക്കാലം ജീവിതത്തിന്റെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയല്ലോ പാസ്റ്ററേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ ഭാരപ്പെടേണ്ട. ദൈവത്തിനും നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പ്രിയരെ, ഈ വൃക്ഷത്തിന് ഈ വിത്ത് മുള പൊട്ടി വന്ന കാലം മുതൽ ഇവന് വെള്ളമടിച്ചു കൊടുക്കാൻ ആരുമില്ല. അതിന് ചുറ്റും വെട്ടിവച്ച് വളമിട്ട് കൊടുക്കാൻ ആരുമില്ല. അവനെ ശുദ്ധീകരിച്ച് നല്ലൊരു രീതിയിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടി പാകത്തിനനുസരിച്ച് വളർത്താൻ ആരുമില്ല. ഏകാന്തമായി മരുഭൂമിയിൽ ഒറ്റയ്ക്ക് എവിടെയാ നിൽപ്പ്? കയ്പ് മീരിന്റെ അടുക്കലാ നിൽക്ക്. ഈ പകൽ ഒറ്റയ്ക്കാണ് നീ നിൽക്കുന്നതെങ്കിൽ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഏതവസ്ഥയിലും നിന്നെ വളർത്താ. എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ, എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ, എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ജീവിതത്തിനകത്ത് ഒറ്റപ്പെടലെന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായതാണ്. അതനുഭവിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം പ്രിയരെ, ചേർത്ത് നിർത്താൻ ഒരു കുടുംബമില്ലേലും, ചേർത്ത് നിർത്തി വളർത്താൻ അപ്പനും അമ്മയുമില്ലേലും നിന്നെ സ്നേഹിക്കും ഒരു കർത്താവുണ്ട്. നിന്നെ സ്നേഹിക്കും ഒരു ദൈവമുണ്ട്. ഈ പകൽ മരുഭൂമിയിൽ മുള പൊട്ടി വന്ന വൃക്ഷത്തിന് വളർത്താൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല. പക്ഷെ അതിനെ വളർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുമില്ല, അവ കൊയ്യുമില്ല, അവ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുമില്ല. എങ്കിലോ അത് തന്റെ ദൈവം അവന്റെ കാലമനുസരിച്ച് അവയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുക. നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതെല്ലാം എന്റെ ദൈവം തരും. ഹല്ലേലൂയ. എന്തിനാ കുലവ, എന്തിനാ വേദന? ഇന്ന് പകൽ ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. രാവിലെ പറന്നു പോകുന്ന പക്ഷി ഉച്ചക്കെമ്പ് കഴിക്കുമെന്ന് ആഗ്രഹമേ ചിന്തിച്ച് കൂട്ടിനകത്ത് തലയും ചൊറിഞ്ഞിരിക്കില്ല. അഭിനറിയാ അഭിന് വേണ്ടിയുള്ളവ എവിടെയോ ഉണ്ട്, അഭിന് വേണ്ടിയുള്ളവ എവിടെയോ ഉണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, മരുഭൂമിയിലാണേലും എനിക്ക് വേണ്ടിയുള്ളവെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നെ വളർത്താൻ ആവശ്യമായതല്ല, എന്റെ കൂടാരത്തെ ഉയർത്താൻ ആവശ്യമായതല്ല, എന്റെ തലമുറയുടെ ഭാവിക്ക് ആവശ്യമായതല്ല, എന്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായതല്ല, ഇന്ന് പകൽ എന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായതല്ല, എന്റെ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതല്ല. എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസമുള്ളവർ മാത്രം എന്റെ ദൈവത്തെ കരമടിച്ചു സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, സാഹചര്യം വിഷയമല്ല. വളർത്തുമ്പോൾ ദൈവമാണെങ്കിൽ എവിടെ വച്ചായാലും ദൈവം വളർത്തും. ഇന്ന് പകൽക്കാലം പറ,
മരുഭൂമിയിലാണേലും ഞാൻ ഒറ്റക്കാണേലും ഞാൻ വളരും. ചിലപ്പോഴൊക്കെ ദൈവം നിന്നെ കുടുംബത്തിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, സഭക്കാരിൽ നിന്നല്ല നിന്നെ വെട്ടിമാറ്റി വേറെ ഇടത്ത് കൊണ്ട് നടും കേട്ടോ. ഒറ്റപ്പെടലും കുത്തുവാക്കുകളും നിറഞ്ഞ ജീവിതത്തിനകത്ത് ഒറ്റയ്ക്ക് കൊണ്ട് മടും. എമ്മിനാ മടും അവൻ അറിയാമോ? ഒറ്റപ്പെടലിനകത്ത് തകർക്കാനല്ല, പേമാരിയും ഈശാനമൂലനും അടിക്കുമ്പോ നിന്റെ പടക് തകർന്നു പോകാനല്ല, നിന്നെ ഒറ്റപ്പെടുത്തുന്നതിന് കാരണം മാളകളിൽ നിന്റെ വളർച്ച കാണുമ്പോ അവര് പറയരുത് ഞാൻ കാരണമാണ് നീ വളർന്നതെന്ന്. അവര് പറയരുത് എന്റെ കുടുംബമാണ് അവനെ വളർത്തിയവെന്ന്, അവളെ വളർത്തിയവെന്ന്, അവന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയവെന്ന് അവര് പറയാതിരിക്കോ. എന്റെ ചില മരുഭൂമിക്കകത്ത്, ചില നിർജ്ജന പ്രദേശത്തിനകത്ത് നിന്നെ വളർത്തു അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ ഈ പകലാ ദൂതിനോട് ആമേൻ പറ. പ്രിയരേ, എല്ലാം അനുകൂലമാണേലും ആരും നമ്മെ ചേർത്ത് പിടിക്കില്ല. അവർക്ക് കഴിയും, പക്ഷെ അവർ ചെയ്യില്ല. അമ്മ തകരരുത്, നിന്നെ ഒറ്റയ്ക്ക് നിർത്തും. ചില ഒറ്റപ്പെടലുകൾ വരും. ഒറ്റപ്പെടൽ നിന്നെ തകർക്കയല്ല. യോസേഫേ, ഒറ്റപ്പെടൽ നിന്നെ ശക്തനാക്കും. പൊട്ടക്കിണർ നിന്നെ ശക്തനാക്കും. പോത്തിഫറിന്റെ ഭവനം നിന്നെ ശക്തനാക്കും. ആമേ ജയിലർ നിന്നെ ശക്തനാക്കും. ഇന്ന് പകൽ ദാവീദേ, ഒറ്റക്കുള്ള വനവാസം നിന്നെ ശക്തനാക്കും. ആമേ, എത്ര കാറ്റടിച്ചതാ, എത്ര ചൂട് കൊണ്ടവാ. ഹലോ, പക്തമ്പാടിയില് ചൂടിൽ വാഴാതെ, വീണുപോകാതെ, മേഘസ്തംഭമാ യാഗണിക്കുണ്ട്. ഹലോ, എത്ര വലിയ ചൂടടിച്ചതാ, എത്ര വലിയ കാറ്റടിച്ചതാ, അവിടെയൊന്നും വാടാതെ നിർത്തിയതാ. ഈ മാർച്ച് 2-ാം തീയതി കൊണ്ടിരുത്തിയവ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരപ്പൻ്റെ നല്ല വാക്ക് നീ കേട്ട് കാണില്ല, ഒരമ്മയുടെ കരുതൽ നീ അനുഭവിച്ചു കാണില്ല. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഒരു കഴുതഭാരം വഹിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഒറ്റയ്ക്ക് ഭാരം വഹിച്ച് നീ മരുഭൂമി ഞാൻ പട്ടുപോകുവോ അപ്പാ എന്ന് വാവിട്ടു നിലവിളിച്ച രാത്രിയില് ചേർത്ത് പിടിച്ച് പകൽ മേഘസ്തംഭമാ രാത്രി അഗ്നി തൂണോ നിന്നെ കൊണ്ടുമറുത്തിയവന് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ വളർത്തിയ ക്രെഡിറ്റ് ആരും എടുക്കണ്ടോ. നിന്നെ വളർത്തിയ ദൈവമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പോലും ചിന്തിക്കും, ഇനിയൊരു ജീവിതമില്ല, ഇതിനപ്പുറം ഒരു കാമെന്ന ആളില്ല, ഇതിനപ്പുറം ഒരു യാത്ര എനിക്കില്ല, ഞാൻ ഒറ്റയ്ക്കാ. എത്ര കാലം ഈ ജീവിതം ജീവിച്ചു തീർക്കും? എത്ര കാലം എൻ്റെ കുടുംബം ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും? ഒരു ഉറപ്പ് ഞാൻ പറയാം, ഒറ്റപ്പെടലിനകത്ത് വേദനിക്കുന്നവരെ എൻ്റെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഒറ്റപ്പെടലിനകത്ത് കരയുന്നവരെ എൻ്റെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ആർക്കു വേണ്ടി പ്രവർത്തിച്ചില്ലല്ലോ അവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, മരുഭൂമിയിൽ വളർന്ന വൃക്ഷം. ശ്രദ്ധിച്ചേ, മാറയിൽ നിന്ന്, ആ ഉറവയിൽ നിന്ന് 20 ലക്ഷം പേർ വെള്ളം കുടിച്ചപ്പോൾ അവർ ഒരുപോലെ വിളിച്ചു പറഞ്ഞു, എന്ത്? ഈ വെള്ളം കയ്പാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
മാറയിൽ 3 ദിവസം യാത്ര ചെയ്ത് അവർ വെള്ളം കുടിച്ച് മാറയിലെത്തി. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം, ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കുടിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഈ വെള്ളം കയ്പാണ്. പക്ഷെ പ്രിയരെ, ജീവിതത്തിൽ ഇന്ന് വരെ മുള പൊട്ടി വന്ന മാനം മുതൽ വളർന്നൊരു വടവൃക്ഷമായി മാറയുടെ അരികിൽ ഒറ്റയ്ക്ക് ആ വൃക്ഷം വളർന്നു വന്നിട്ടും ആ വൃക്ഷം ഒരിക്കൽ പോലും തന്റെ ഉടയവനോട് പറഞ്ഞില്ല, അപ്പനെ, ഈ കയ്പുനീരിനടുത്താണല്ലോ നീ എന്നെ മട്ടതെന്ന്. ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലായി? ഇന്നു പകൽ ജീവിതത്തിന്റെ ചെറിയ വേദന വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചില്ലേ, കർത്താവേ, അവർക്കില്ലാത്ത വേദന എന്താ എനിക്ക്? ആ ശുശ്രൂഷകനില്ലാത്ത പ്രതിസന്ധി എന്താ എനിക്ക്? പക്ഷേ കണ്ടോ, ഒരായുസ് മുഴുവനും ആ കയ്പുനീരിന്റെ അടുക്കൽ നിന്ന് ആ കയ്പ് വെള്ളം കൂമേ ഇറ്റിട്ട് തന്റെ വേരിലൂടെ ആമേ വൃക്ഷം മുഴുവനും എത്തിച്ച് എമ്മിനേറെ ആ ഇലകൾക്കകത്ത് പോലും ഈ കയ്പ് നീരെത്തിയിട്ടും വൃക്ഷം പറഞ്ഞില്ല, എനിക്ക് കുടിക്കാൻ തന്നത് ഈ കയ്പ് നീരാണല്ലോ എന്ന്. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത്, സാഹചര്യങ്ങൾക്കകത്ത് കയ്പുകൾ ജീവിതത്തിനകത്ത് വരുമ്പോഴും കുറ്റം പറഞ്ഞു ദൈവത്തെ പഠിച്ച് ഈ ദൈവം എന്തിനെന്ന് ചോദിച്ച് മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ജീവിതത്തിന്റെ കയ്പുകൾക്കകത്ത് ഈ ദൈവത്തെ പകയ്ക്കാതെ, ദൈവത്തോട് പുറപുറുക്കാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവഭക്തന്മാരെ ഈ പകലിന്റെ ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചിന്ത, ഒരു വൃക്ഷം വടവൃക്ഷമാകണമെങ്കിൽ കുറഞ്ഞതൊരു 100 വർഷമെങ്കിലും അവിടെ നിൽക്കണം. ഈ 100 വർഷവും കുടിച്ചത് ഈ കയ്പ് നീരാ. സ്നേഹിത, നീ അനുഭവിക്കുന്ന നന്മയുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന ആരോഗ്യമുണ്ടല്ലോ, നീ വന്നിരുന്ന് കൈകൊട്ടിപ്പോകുന്ന ഈ നന്മകളും ദൈവിക കരുതലുകളും ഒക്കെ ആരോഗ്യ ഇമ്മലകളിൽ കയ്പ് നീര് കുടിച്ചത് കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയവ നീ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു പകൽ കയ്പ് നീര് കുടിച്ചിട്ട് പിറുപിറുക്കാതെ ഇരിക്കുന്ന ചില ഇതിനകത്തുണ്ട്. അവരോടും ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. നീ അനുഭവിച്ച വേദന മാളമിന്നിലൂടെ ഒരു തലമുറ കയ്പ് മധുരമാക്കി മധുരത്തെ ഭക്ഷിപ്പ ദൈവത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയാ. കണ്ടില്ലേ, കണ്ടില്ലേ? കൊച്ചു കേരളത്തിനകത്ത് വെഞ്ഞാറമൂടുള്ള 23കാരൻ 5 എണ്ണത്തിനെ വെട്ടി തകർത്തിടുകയാ. 10ാം ക്ലാസ് ഫെയർവെല്ല് കഴിഞ്ഞു വരാൻ മക്കളെ നോക്കിയിരിക്കുമ്പോൾ ഫെയർവെല്ലിന് പോകുന്ന മക്കൾ, ഞങ്ങളുടെ കാലത്തല്ല ആഹാരം മേടിക്കാനാ പോകുമ്പേ ഇവര് പോയതോ വടിവാള് വാങ്ങാനും ഇടിവള വാങ്ങാനും. ഫെയർവെല്ല് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വളഞ്ഞിട്ട് കൂട്ടുകാരനെ വെട്ടാൻ കൊച്ചു കേരളം. MBBS പഠിക്കാൻ ചൈനയിൽ വിട്ടിട്ട് മോൻ തിരിച്ചു വന്നപ്പോ അപ്പന് കൊണ്ടുവന്നപ്പോ മരണം. ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ ഇടയ്ക്കിങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു.
എമ്പായാലും മഴ. നിങ്ങൾ കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് പോകാനും പറ്റൂല. പണ്ടൊക്കെ എവിടെയെങ്കിലും പോയി കളിച്ചിട്ടോ ഇച്ചിരി താമസിച്ചോ വരുമ്പോ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എടാ അപ്പനുണ്ട്. ഹലോ, അപ്പൻ വീട്ടിനകത്ത് അപ്പനുണ്ടമ്മ കണ്ടാൽ നമ്മളെപ്പോലെയുള്ള പലരും ഇതിനകത്തിരിക്കുന്ന നിങ്ങളും ചെയ്യുമ്പോ മുമ്പിൽ കൂടെ കയറൂല, അടുക്കളയിൽ കൂടെ കയറും. അപ്പനെ പേടിയാ. ഹലോ, ഇമ്മപ്പൻ വാതിൽ തുറന്നു വരുമ്പോ അപ്പൻ ചോദിക്കും, എടീ അവൻ വന്നോടി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് മാതാപിതാക്കൾക്ക് ഭയം മക്കളെ. പണ്ട് സ്കൂളിൽ സ്കൂബിയുടെ വേഗം പോപ്പിക്കുടയും കൊണ്ടുപോകുമ്പോ സ്കൂളിൽ പോകുന്ന വഴിയിലൊക്കെ പറയും, അയ്യോ ആ ടീച്ചർ ഇന്ന് വരുമോ എന്തോ, വമ്മ രണ്ടടി. ഹലോ, ഇന്ന് ടീച്ചർമാർ ബാഗും എടുത്ത് ടിഫിൻ ബോക്സും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രാർത്ഥന, ദൈവമേ 10 സീലുള്ള അവൻ വരല്ലേ. കൊച്ചു കേരളത്തിന്റെ പോക്ക് സ്നേഹത്തോടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്യാമ്പ് പോലത്തെ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് വച്ച് മൂടരുത്. ആമേൻ, ഹല്ലേലൂയ. വെള്ളക്കാരന്റെ പ്രതിസന്ധി പള്ളിയിലെ പാസ്റ്റർ അറിഞ്ഞില്ല. പാസ്റ്റർ അറിഞ്ഞത് അപ്പനെ കൊമ്മിട്ടപ്പോഴാ. മകൻ സാത്താനി ആരാധന കഞ്ചാവിന് അടിമയാണെന്ന് പ്രാർത്ഥിക്കുന്നവർ അറിഞ്ഞില്ല. അമ്മയപ്പനും ഒതുക്കി. 1, 2 3 വർഷം. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളാൽ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ കഴിയണം. നല്ലത് പരിഹരിക്കുമില്ലെന്ന് കണ്ടാൽ ഓടി പരിഹരിക്കാൻ കഴിയുന്നവരുടെ അടുത്ത് പോകണം. ഇല്ലെങ്കിൽ കുടുംബമായി തകർന്നു പോകും. ഹലോ, കുടുംബമായി തകർന്നു പോകും. ഇന്നു പകൽ പ്രാർത്ഥിക്കുന്നവരെഴുന്നേൽക്കട്ടെ. ഇന്നു പകൽ കൊച്ചു കേരളത്തിനകത്ത് ഭീതി വിതയ്ക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ കണ്ടു. ഒരായുസ് മുഴുവനും കയ്പുനീരിനകത്തു നിന്ന് ഒരു തള്ളവൃക്ഷം കുടിക്കും. അവ മുഴുവനും കയ്പ് വെള്ളം. വീട്ടിലേക്ക് പോകുമ്പോ അപ്പനോടോ അമ്മയോടൊക്കെ ചോദിച്ചു നോക്കണം, അമ്മാ അപ്പാ നിങ്ങളുടെ യൗവനം എങ്ങനെയായിരുന്നു? നിങ്ങൾ എന്നെ വളർത്തി ഇത്രത്തോളം എത്താൻ നിങ്ങൾ എത്ര ഭാരപ്പെട്ടു? ഹല്ലേലൂയ. അവരും നന്മ രുചിച്ചിട്ടല്ല പ്രിയരെ വളർന്നത്, അവര് കയ്പുനീര് കുടിച്ച വളർന്നത്. അവിടെ ആഗ്രഹം എന്നറിയാമോ? അവരിലൂടെ ഒരു തലമുറ നാളെ മധുരം രുചിക്കണം. ഇന്നു പകൽ ഈ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ പറയും, പാസ്റ്ററേ ഞാൻ ജീവിക്കും അവനൊരു കാരണം, എൻ്റെ മക്കൾ നന്നായിരിക്കുന്നത് കാണണം, എൻ്റെ മക്കൾ നന്നായിരിക്കുന്നവ കാണണം. സ്നേഹത്തോടെ ഞാൻ പറയാം, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിച്ചോണം. മാതാപിതാക്കളെ ടീച്ചർമാരൊരു അടിയമ്മ പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ പോകരുത്. ഹല്ലേലൂയ. അടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഒരായുസ് മുഴുവനും കയ്പ് കുടിച്ചു വളർന്നവർ, ആ കയ്പ് നീര് കുടിച്ച് ജീവിതം തള്ളി നീക്കുമ്പോഴും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ആ വൃക്ഷത്തിന്റെ ഒരു പ്രതീക്ഷയും അറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ശിഖരങ്ങൾ ആയിരക്കണക്കിന് പേർക്ക് ശാശ്വതമായ അഭയം തരും.
ഞാൻ കുടിച്ച കയ്പുനീർ അനേകർക്കൊരാശ്വാസമായി മാറും, അനേകർക്കൊരു മറവിടമായി മാറും. ഞാൻ കൊതിക്കുമോ കഷ്ടത അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. നീ അനുഭവിച്ച കഷ്ടത അനേകർക്കൊരു മറവിടമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഏകദേശം 100 വർഷം കയ്പുനീര് കുടിച്ചിട്ടും കുറ്റം പറയാമെന്ന ആ കൊച്ചു വൃക്ഷം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? താണ്ടേ 20 ലക്ഷം വരികയാ, 20 ലക്ഷം വരികയാ. 20 ലക്ഷം പേർക്കും മധുരമാകാനിടയായി. നീ അനുഭവിച്ച ഒരായുസിന്റെ കയ്പുണ്ടല്ലോ, ഒരു തലമുറയുടെ കയ്പുണ്ടല്ലോ. ഞാൻ കൊതിക്കുന്നു 1000 ലക്ഷക്കണക്കിന് പേർക്ക് ദൈവത്തെ കൊടുക്കാനുള്ള മുഖാന്തരമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് ഈ ലോകത്തിലുള്ള എന്തും നന്മകൾ കൊടുക്കുമ്പോഴും കുറച്ചൊക്കെ കഷ്ടത കൊടുക്കാൻ മറക്കരുത്. ലോ കഷ്ടത നാളെ തൊട്ട് സ്പൂണിലെടുത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ. കഷ്ടപ്പാടവരെ അറിയിച്ച് വളർത്തണം. എന്തറിയിച്ച് വളർത്തണം? കഷ്ടപ്പാടറിയിച്ച് വളർത്തണം. ആമേൻ. ലൈവിലൂടെ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ തലമുറ നീ അറിഞ്ഞ കഷ്ടം എല്ലാം അനുഭവിക്കണമെന്നല്ല പറഞ്ഞത്. ജീവിതം എന്തെന്ന് പഠിപ്പിക്കുന്ന കഷ്ടങ്ങൾ അവർ അനുഭവിക്കണം. ഇല്ല എങ്കിൽ ജീവിതത്തിൻ്റെ ചെറിയ വേദനയുടെ മുൻപിൽ, കേട്ടില്ലേ, ഹോംവർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ് പിയൂണും പ്രിൻസിപ്പാളും ഒന്ന് വിരട്ടിയപ്പോൾ പെന്തക്കോസ്തുകാർ ചെറുക്കൻ പോയി കയറെടുത്ത് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ആഴ്ച നടന്ന തിരുവനന്തപുരത്ത്. എന്തുകൊണ്ട്? ജീവിതമറിയില്ല, ജീവിതമറിയില്ല. അവൻ്റെ വിചാരം 2 വയക്കിനകത്ത് തീരുന്നതെന്ന്. ഹലോ, നമ്മൾ കുടിച്ച കയ്പൊക്കെ നമ്മുടെ തലമുറകൾ പകുതി കുടിച്ചെങ്കിൽ എന്നേ ഈ ജീവിതം മതിയെന്ന് പറഞ്ഞേനെ. അല്ലേ ആൻറ്റി? ആമേ. നിൽക്കുന്നത് ദൈവകൃപയാ. ഒരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞാൻ കുടിക്കുന്ന കയ്പുനീർ ഞാൻ കുടിക്കേണ്ടി വന്നാൽ നാളെ ഞാൻ മുഖാന്തരം ലക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കുടിക്കുന്ന കയ്പ് നാളെ അനേകർക്ക് മധുരമായി മാറും. എൻ്റെ ജീവിതം അനേകർക്ക് മധുരമായി മാറും. എൻ്റെ കുടുംബം അനേകർക്ക് മധുരമായി മാറും. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് പകൽ ഈ കഷ്ടവയ്ക്കകത്തും ദൈവത്തെ മുറുകെ പിടിക്കുക. 1, 2 20 ലക്ഷത്തിന് നീ മധുരമാകും. ഓ ശാബാരതലകടക 20 ലക്ഷത്തിന് മധുരം നൽകുക. നിന്റെ ശരീരത്തിനകത്തുള്ള നിന്നെ വളർന്നു വരുന്ന നിന്റെ വൃക്ഷത്തിന്റെ തടിക്കകത്ത് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ വേദന നാളെ അനേകർക്ക് മധുരമായി മാറും. ഇന്നത്തെ കഷ്ടപ്പാട് അനേകർക്ക് മധുരമായി മാറും. കഷ്ടത വേണ്ടെന്ന് പറയല്ലേ. ഈ കഷ്ടതകളാണ് അനേകർക്ക് നിന്നെ മധുരമാക്കി മാറ്റുന്നതാണ്. ഈ കയ്പാണ് അനേകർക്ക് നീ മധുരമായി മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്യുക, അനേകർക്ക് മധുരമുള്ളവരായി മാറ്. വചനം പറയുന്നു, വചനം കൃത്യമായി പറയുന്നു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 30 ലക്ഷം മാറയുടെ മുൻപിൽ നിന്നു. മാറയുടെ മുൻപിൽ നിന്നു. മാറയിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി മാറയിലിട്ടു. മാറ മധുരമായി. മാറ മധുരമായി. ദൈവം നിനക്കൊരു സമയം വച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്നതൊരു പദ്ധതിക്കാ. ആ പദ്ധതിയുടെ ദിവസം വരുമ്പോൾ നീ അനുഭവിച്ച മാറകൾക്ക് തത്തുല്യമായി എൻ്റെ ദൈവം മറുപടി തരും.
എൻ്റെ ദൈവം എൻ്റെ കൂടാരത്തിന് മറുപടി തരും. ആ വൃക്ഷം അവിടെ നിൽക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് പക്ഷികൾ ആ വൃക്ഷത്തിൻ്റെ മേൽ കൂടിറങ്ങി. ആയിരക്കണക്കിന് പക്ഷികൾ ആ മരുഭൂമിയിൽ ആമേ ചൂടത്ത് അഭയമായ വൃക്ഷത്തെ തേടിയെത്തി. ഞാൻ കൊതിക്കുന്നു നമ്മൾ കുടിച്ച കയ്പ് നീരുകൾ ആയിരക്കണക്കിന് പേർക്ക് ദൈവത്തെ കൊടുക്കാം. ആയിരക്കണക്കിന് പേർക്ക് ഈ ആലയം ഒരു അഭയമാകാം. ആയിരക്കണക്കിന് യൗവനക്കാര് ചേർത്ത് പിടിപ്പാ. ആയിരക്കണക്കിന് മിഷണറിമാര് അഭിഷേകത്തോടെ ഭരമേക്കാം. ഞാൻ ഇന്നലെയും ഒരു വാക്ക് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാളിൽ ആയിരക്കണക്കിന് മിഷണറിമാര് ഈ ദേശത്തുനിന്ന് കൈവച്ചു പറഞ്ഞേക്കോ, ഞങ്ങളുടെ ആലയത്തെ നീ ഒന്ന് ശക്തിപ്പെടുത്തണേ. ആയിരക്കണക്കിന് ദൈവദാസന്മാര് പറഞ്ഞേക്കാനുള്ള ദൈവകൃപ വരണമേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയുമ്പോൾ ഇങ്ങനെയാണ്: തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ സഭകളുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞ് മലബാറിന്റെ മണ്ണിൽ ദൈവസഭകളില്ല. എത്രയോ ഗ്രാമങ്ങളിൽ ദൈവദാസന്മാർ കാൽ ചവിട്ടിയിട്ടില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ഞങ്ങളുടെ ആലയത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സമയം വെളിപ്പെട്ടാൽ മലബാറിന്റെ മണ്ണിൽ 100 ആയിരക്കണക്കിന് സഭകളെ സ്ഥാപിപ്പാ കഴിവുള്ള അഭിഷിക്തന്മാർ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കരമടിച്ചു വായ്കളെ തുറമ. എന്റെ ദൈവത്തിനൊരാരാധന. പ്രിയരെ, വിശ്വസിക്ക, നമ്മൾ കുടിച്ച കയ്പ് അനേകർക്ക് മധുരം കൊടുക്കാനാ, അനേകരെ ഉയർത്താനാ, അനേകർക്ക് മാന്യത കൊടുക്കാനാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു